ഇപ്പോൾ ഈ ലിവിങ് വാട്ടേഴ്സിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്പെഷ്യലായിട്ടുള്ള പ്രാർത്ഥനയുണ്ട് ഇത്തരത്തിലുള്ള മുറിവുകൾക്കെല്ലാം വേണ്ടി. പക്ഷേ അതിലും ഉപരിയായിട്ട് ഈ ലീഡേഴ്സ് തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ തകർച്ചകൾ ആദ്യം തന്നെ ഷെയർ ചെയ്യുന്ന ഒരു അനുഭവമാണ് കണ്ടത്. കൺഫസ് യുവർ എന്താ പറയുക, നിങ്ങളുടെ ബലഹീനത, നിങ്ങളുടെ ഏറ്റവും കോറായിട്ടുള്ള നിങ്ങളെ തളർത്തുന്ന നിങ്ങളുടെ ബലഹീനതകൾ അവർ ഓപ്പണായിട്ട് അവർ ഷെയർ ചെയ്യുക. അതായത് വി വേർ ഗോയിങ് ത്രൂ ദീസ് തിങ്സ്. അപ്പം നമുക്ക് അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ നമുക്ക് ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. അപ്പം അവിടെ സ്ട്രെസ് ചെയ്തൊരു പോയിന്റ് ഇതാണ്, ഈ പ്രാർത്ഥനകളും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, എസ്പെഷ്യലി തിയോളജി ഓഫ് ബോഡീസിൻ്റെ പല സെഗ്മെൻറ്റ്സാണ് അവിടെ കുറച്ചും കൂടി ചെറുതാക്കി മുറിച്ച് ഒരു അനുഭവ തലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ നേതൃത്വം കൊടുക്കുന്ന ലീഡേഴ്സ് അവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള മുറിവുകളിൽ കടന്നു വന്നവരാണ്. അതായത് കർത്താവിൻ്റെ മുറിവുകളിലൂടെയാണ് നമുക്ക് ഓരോരുത്തർക്ക് സൗഖ്യം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചുറ്റിലുമുള്ള നമ്മൾ ഓരോരുത്തരിലുള്ള മുറിവുകൾ, ആ മുറിവുകൾ മറ്റുള്ള ഒരാൾക്ക് സൗഖ്യത്തിനായിട്ടുള്ള ഒരു റീസണായിട്ട് മാറുക നമ്മൾ ഈശോയ്ക്ക് ആ മുറിവ് സമർപ്പിച്ച് കഴിയുമ്പോൾ. അപ്പോൾ എസ്പെഷ്യലി ഈ ലിവിങ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം തന്നെ തുടങ്ങിയിട്ടുള്ള ആൻഡ്രൂ എന്ന് പറയുന്ന, കൊമിസ്കി എന്ന് പറയുന്ന ആ വ്യക്തി ഒരു സെയിം സെക്സ് അട്രാക്ഷനിൽ അതിൻ്റെ അങ്ങേയറ്റത്ത് ഒരു വല്ലാത്തൊരു ഒരു രീതിയിലൂടെ കടന്നുപോയി അവിടെ നിന്നും കർത്താവിൻ്റെ സ്പെഷ്യൽ ഒരു ഗ്രേസിൽ രക്ഷപ്പെട്ട് വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്നു. അദ്ദേഹം അതിന് ശേഷം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയിട്ടാണ് ഈ ഒരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതുപോലെ ഇത്തരത്തിലുള്ള ഒത്തിരി പേര് അതിനകത്ത് സാക്ഷ്യമായിട്ട് നിൽക്കുക. ഒരു like thousands of people from all over the world who have gone through this kind of issue. അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവർ തീർച്ചയായിട്ടും കർത്താവിൻ്റെ കൂടെ ചേർന്ന് ആ സ്വാതന്ത്ര്യം അനുഭവിച്ച് മറ്റുള്ളവർക്ക് ഈ സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടി നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്.